സാനിയോ, ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കൊപ്പമാണ് സാനിയോ നിൽക്കുന്നത്. ഒന്നിച്ചു കഴിയുക, തങ്ങൾ എങ്ങനെയായിരുന്നു അതേ ഒരുമയിൽ ജീവിക്കുക, അതാ മനുഷ്യർക്ക് നമ്മൾ നടപ്പാക്കി കൊടുക്കേണ്ട അവരോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പ്. ഈ ഉറപ്പ് ദുരന്ത ബാധിതർ കേൾക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? സുജയ, അതായത് രാവിലെ നമ്മൾ കണ്ടതാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സംസ്ഥാന വകുപ്പിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ സർവേ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മനോഹരമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് 600ഓളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനാവും എന്നാണ് പറഞ്ഞിരുന്നത്. നെടുമ്പാല എസ്റ്റേറ്റിലും അത്ര തന്നെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടേരി എന്ന് പറയുന്ന ഭാഗത്ത്. ഇവിടെ ഇപ്പോൾ ഒരു വീട്ടമ്മ, സെൽവി എന്ന് പറയുന്ന പേരുള്ള വീട്ടമ്മയാണ് എനിക്കിപ്പോൾ ഉള്ളത്. കൂടുതൽ ആളുകൾ എത്തിയിട്ടില്ല, കാരണം പലരും പണിക്കും മറ്റും പോയ ആളുകളാണ്. സ്കൂളിൽ പോയ വിദ്യാർത്ഥികളുണ്ട്, ഒരാൾ തിരിച്ചു വന്നതാണ്, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പം വീട് പ്രഖ്യാപിക്കുകയാണ്, ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. എങ്ങനെ തോന്നുന്നു? ഇപ്പോൾ എங்களுக்கு സന്തോഷം തന്നെ, ഒരു വീട് കിടക്കരുത്, എല്ലാവർക്കുമേ വീട് കിടക്കണം. എങ്ങൾക്ക് മാത്രമല്ല മൊത്തം ആൾക്കാർക്കും വീട് കിടക്കണം, അതിലൊരു സന്തോഷം തന്നെ എല്ലാവർക്കും. ചൂരൽമലയിലുള്ള ഞങ്ങളുടെ പ്രതിനിധിയോട് ഇപ്പം ആളുകൾ പറഞ്ഞത് ജാതി മത ഭേദമന്യേ ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് നിൽക്കണം എന്നാണ്. ഒരുമിച്ച് കിട്ടണം, എല്ലാവർക്കും ഒരുമിച്ച് കിട്ടണം. ജാതി മതം എതുമേ വേണ്ടിയതില്ല, എല്ലാവർക്കും ആൾക്കാർക്ക് വീട് കിട്ടി എല്ലാം ഒരുമിച്ച് നിൽക്കണം. രണ്ടിടത്താണ് എസ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് നെടുമ്പാലയും ഒന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഇവിടെ തന്നെയും രണ്ടും നല്ല സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ്. എന്നാലും ഇത് വേണം, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, എല്ലാവർക്കും ഒരേ ഇടத்துல കിട്ടിയാൽ മതി. എല്ലാവർക്കും ടൗൺഷിപ്പ് പോലെ എല്ലാവർക്കും ഒരേ ഇടத்துல കിട്ടിയാൽ മതി, വയ്ക്കാതും വേണ്ടിയതില്ല. നമ്മൾ വെള്ളാർമല സ്കൂളിലാണ് പഠിച്ചിരുന്നത്, സ്കൂളൊക്കെ പോയി. ഇപ്പം ഏത് സ്കൂളിലേക്കാണ് ക്ലാസ് നടക്കുന്നത്? ഇപ്പോൾ മേപ്പാടി അല്ല, അവിടെ ഹൈസ്കൂളിൽ തന്നെ. അപ്പം സ്കൂളൊക്കെ പുതുതായി നിർമ്മിക്കണം, അങ്ങനെയൊക്കെയാണോ ആവശ്യം? എല്ലാം പഴയ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് വേണം അല്ലേ? വേണം. ഒരു വീടൊക്കെ ഉടൻ തന്നെ നിർമ്മിച്ച് തരാൻ, ടൗൺഷിപ്പ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു സെൽവിക്കാണ് കൂടുതൽ അത് പറയാൻ പറ്റുന്നത് അല്ലേ? കണ്ടിപ്പാ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് സന്തോഷം തന്നെ. ആദ്യം ഇരുന്നത് പോലെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ரொம்ப സന്തോഷം തന്നെ. ഇപ്പോൾ ഇവർ സർക്കാരിൻ്റെ ഫ്ലാറ്റുകൾ, ഇപ്പോൾ എന്താ ഇത് സംവിധാനം, എന്താണ് സർക്കാരിൻ്റെ ആണോ? ഇത് സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകളാണ്. ഇപ്പോൾ ദുരന്തബാധിതർ പലയിടങ്ങളിലായി, കൽപ്പറ്റയൊക്കെ പലയിടങ്ങളിലും, മുണ്ടേരി കുറേ വീടുകളുണ്ട്. ദുരന്തബാധിതർക്ക് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലുള്ള ക്വാർട്ടേഴ്സാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇവരുടെ സന്തോഷത്തിനൊപ്പം നമുക്കും നിൽക്കാം എന്നുള്ളതാണ്. തീർച്ചയായും സാനിയോ മനോമി, നമ്മൾ അവരുടെ ദുഃഖത്തിലും ദുരിതത്തിലും അതുപോലെ തന്നെ അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുമ്പോഴും നമ്മളെല്ലാവരും അവർക്ക് ഒപ്പം തന്നെയുണ്ട്. എത്രയും വേഗം ഈ പുനരധിവാസം പൂർത്തിയാക്കുക, അവർക്ക് സുരക്ഷിതമായി അവരുടേതായ ഒരു പാർപ്പിടം ഒരുക്കി കൊടുക്കുക, അതാണ് ഇനി നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. താങ്ക് യു സാനിയോ മനോമി.